നമസ്കാരം. എടിഎമ്മുകളിൽ നിന്ന് 500 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കാൻ അതായത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മാസം അവസാനത്തോടെ അതായത് സെപ്റ്റംബർ 30ഓടെ 500 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കണമെന്നാണ് നിർദ്ദേശം. സെപ്റ്റംബറോടെ ഏകദേശം 75% പിൻവലിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. 2026 മാർച്ച് 31ഓടെ 500 രൂപ നോട്ടുകൾ 90% എടിഎമ്മുകളിൽ നിന്ന് പിൻവലിക്കണമെന്ന് ബാങ്കുകളോട് RBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇനി എടിഎമ്മുകളിൽ നിന്ന് 100, 200 നോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും RBIയുടെ അറിയിപ്പുണ്ട്. 500 രൂപ നോട്ടുകൾ കൈവശം വയ്ക്കണം എന്നുള്ളവർ ഇപ്പോൾ തന്നെ എടിഎമ്മുകളിൽ നിന്ന് എടുത്തു വയ്ക്കേണ്ടതാണെന്നും RBI നിർദ്ദേശിക്കുന്നുണ്ട്. നേരെ എടിഎമ്മിലേക്ക് ഓടിപ്പോവാൻ വരട്ടെ. പറഞ്ഞു വരുന്നത് കുറച്ചു ദിവസങ്ങളായി വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. വലിയ രീതിയിലാണ് ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം. വാർത്ത വാസ്തവവിരുദ്ധമാണെന്നാണ് PIB ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നും PIB ഫാക്ട് ചെക്ക് ടീം പറയുന്നുണ്ട്. 500 രൂപ നോട്ടുകൾ നിയമപരമായി തുടരുമെന്നും ഇത്തരം വ്യാജ വാർത്തകളിൽ വിടരുതെന്നും നിർദ്ദേശമുണ്ട്. എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് PIB ഫാക്ട് ചെക്ക് വിഭാഗം പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെയും ഇതേ വ്യാജ വാർത്ത വൻതോതിൽ പ്രചരിച്ചിരുന്നു. അന്നും PIB ഫാക്ട് ചെക്ക് ടീം വസ്തുത അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ വീണ്ടും വാർത്ത പ്രചരിക്കുകയും പലരും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. PIB ഫാക്ട് ചെക്ക് പങ്കിട്ട എക്സ് പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. ഈ വർഷം ജൂലൈ മുതൽ ഈ വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. വാട്സാപ്പിലൂടെയായിരുന്നു അധികമായും പ്രചരിച്ചത്. ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അത് പ്രചരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി ജനങ്ങളെ അറിയിക്കുന്നതായിരിക്കുമെന്നും RBI പറയുന്നുണ്ട്. രാജ്യത്തെ മൊത്തം വിനിമയത്തിലുള്ള 40%-ലധികം നോട്ടുകളും 500-ന്റേതാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024-25 റിസർവ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ചാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യുന്ന കറൻസിയാണ് 500 രൂപയുടേത്. അതുകൊണ്ട് തന്നെ ഈ 500 രൂപ നോട്ടുകൾ കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ പോകുന്നില്ല, അതായത് റിസർവ് ബാങ്ക് നിരോധിക്കാൻ പോകുന്നില്ല എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ പറയുന്നുണ്ട്. ഈ വാട്സാപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും വരുന്ന വ്യാജ വാർത്തകളിൽ വീഴുന്നതിന് മുന്നേ, അത് വിശ്വസിക്കുന്നതിന് മുന്നേ ഔദ്യോഗികമായി ഇതിന്റെ ആധികാരികത എന്താണ് എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.